അങ്ങനെ സാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ആരും കയ്യുയർത്തണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യണം. നമ്മൾ ദുആ രക്കുമ്പോൾ അങ്ങനെ ദുആ രക്കലുണ്ട്. അല്ലാഹു സാലിഹായ ഒരു കുട്ടിയെ താ അല്ലാഹ്. ഭാര്യ ഗർഭിണിയാകുന്നു, ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യമാര് ദുആ രക്കലുണ്ടോ? ഉമ്മ ദുആ രക്കലുണ്ടോ? എവിടെ? നല്ല സീരിയൽ കണ്ടുകൊണ്ട് റാഹത്തായിട്ട്, കുടുംബ വിളക്കം കണ്ടുകൊണ്ട് റാഹത്തായിട്ട് വിളക്കം കത്തിച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ഉള്ള സീരിയലെല്ലാം തസ്ബീമാല മറിക്കുന്നത് പോലെ റമദാനി തസ്ബീ, റമദാൻ കഴിയുമ്പോൾ ഓരോ തസ്ബീക്ക് ഓരോ സീരിയൽ മറിച്ച് വിട്ടോണ്ട് എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കഥ പറയാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ കഥയും പൂർത്തീകരിക്കും. ഇന്നിപ്പോ വാതു വന്നതിന്റെ വിഷമത്തിലാണ്. നാളെ പോയിട്ട് ഇത് ഫുള്ള് കഥ വീട്ടണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ അവസ്ഥ, സമൂഹത്തിന്റെ അവസ്ഥ അതല്ലേ? ഒരു കുട്ടി സാലിഹാകണമെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം. ഉമ്മ ശരിക്ക് ഖുർആൻ ഓതണം, നല്ലതുപോലെ ഖുർആൻ ഓതണം, ഖുർആൻ നല്ലതുപോലെ കേൾക്കണം. മക്കള് സാലിയാവും, നമ്പർ 1 കുട്ടിയായി മാറും, നാട്ടിലെ ഏറ്റവും നല്ല ആലിമായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കേൾക്കുന്നേതാ? ഊണ്ടമാവ ഇത് കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് ഹലാക്ക്, നശിച്ച്. ഇതാ ഉമ്മ കേട്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് ഉമ്മ കിടന്ന് തുള്ള റാഹത്തായി ഉമ്മയുടെ വക ഒരു ടിക്ടോക്ക് കളി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെങ്ങനെ റെഡിയാവും? പിന്നെങ്ങനെ മക്കള് സാലിഹാകും? നിങ്ങൾ പറയും, ഖുർആൻ കേൾക്കുന്ന ഉമ്മമാരുണ്ടോ? ദിക്ർ ചെല്ലുന്ന ഉമ്മമാരുണ്ടോ? ഗർഭസ്ഥ സമയത്ത് 9 മാസവും 10 ദിവസവും നിങ്ങൾക്ക് റാഹത്തായ നിലയിൽ ഖുർആൻ ഖത്മ പൂർത്തീകരിച്ചുകൂടായിരുന്നോ? എത്ര പേര് അത് ശ്രദ്ധിക്കുന്നവരുണ്ട്? എത്ര പേര് ഓതുന്നവരുണ്ട്? നിങ്ങൾ തന്നെ പറയും, എത്ര ഖത്മ പൂർത്തീകരിച്ചു? എത്ര ദിക്ർ നിങ്ങൾ ചൊല്ലി തീർത്തു? മക്കളെ സാലിഹാകണമെന്ന നിയ്യത്തിൽ ഏതൊക്കെ സൂറത്ത് നിങ്ങൾ ഓതി? ഒന്നും ഓതിയില്ല. മക്കൾ നല്ല വെളുത്തു തുടുത്ത് അനിയന്റെ കൊച്ചിനേക്കാൾ നല്ല നിറം വരണം. അതിന് കുങ്കുമപ്പ് പാലിനകത്ത് കലക്കി കുടിച്ച് അവചാരിച്ച് തിന്നു. ഹലാക്ക്. വെളുപ്പ് മാത്രമേ ഉള്ളൂ. ഹൽക്കിന് പിടിക്കുന്ന മോനെ കിട്ടിയത്. അല്ലാഹു ആക്കട്ടെ. വലുതായപ്പോ അവൻ ഹൽക്കിന് പിടിച്ചോണ്ടിരിക്കുക. ഉമ്മ ഒന്നും തന്നിട്ടില്ല എന്നും പറയും. സ്വത്തിന് വേണ്ടി ഇടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മക്കളെ പിഴച്ചു പോകൂലേ? തിരുവനന്തപുരത്ത് ഒരു ഉമ്മ, നാദിറ എന്ന പേരുള്ളതാകുന്ന ഒരു ഉമ്മ, കഴിഞ്ഞ കൊല്ലം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കഴുത്തിനരിച്ച് കൊന്നുകളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഇത്ര ക്രൂരമാകുന്ന നടപടി സ്വന്തം മകന്റെ മേൽ നടപ്പിലാക്കിയത്? ഉമ്മ പറഞ്ഞ മറുപടി, ഇന്നലെ കള്ളു കുടിച്ചുകൊണ്ട് വൈകിട്ട് കയറി വന്നിട്ട് എന്നെ കടന്നു പിടിച്ച് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ തയ്യാറായി. ഇനിയും അവൻ തുടർന്നാൽ പറ്റൂല, അതുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത് എന്ന് നാദിറ എന്ന ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്തി. കൊച്ചു കേരളത്തിൽ എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? മക്കള് സാലിഹാവണ്ടേ? അല്ലെങ്കിൽ കഴുത്തെ പിടിക്കും, മേത്തുകയറി പിടിക്കും. സ്വന്തം ഉമ്മയേത്, മക്കളേത്, സഹോദരനേത്, സഹോദരി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത യുഗത്തിലേക്ക് ആധുനിക ലോകത്തിലേതാകുന്ന തലമുറയിലെ മക്കൾ മാറിയിരിക്കുന്നു. മനസ്സിലാക്കണം. ഉമ്മ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല, സഹോദരി ആരാണെന്ന് അറിയുന്നില്ല, കുടുംബത്തിൽപ്പെട്ടവരാരാണെന്ന് അറിയുന്നില്ല. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടന്ന സംഭവം? 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തിയ 16-കാരനാകുന്ന കൗമാരക്കാരനാകുന്ന ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിച്ചിട്ട് 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്ത് വാഴത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരും ചാടി അവളെ കടന്നു പിടിച്ചുകൊണ്ട് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ടപ്പോ ആ പെണ്ണ് കുതിര മാറിയിട്ട് തൊട്ടപ്പുറത്തുള്ളതാകുന്ന വീട്ടിൽ പോയി അഭയം പ്രാപിച്ച് അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നാട്ടിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ തന്നെയാണ് എന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ്. അവന്റെ ഐഡന്റിറ്റിയെ ചോദിച്ചു. പരിശോധിക്കുമ്പോ 16 വയസ്സേ ഉള്ളൂ. പൊടിമീശക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരന്യ പെണ്ണിനെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, 1.5 മീറ്റർ ഉയരമുള്ള, അവനേക്കാൾ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് കുതിറി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് വലിച്ചെറിഞ്ഞ് അവളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ട ഇവന്റെ പിന്നിൽ, ഇവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമേതാണ് എന്ന് പരിശോധന നടത്തിയപ്പോ മാരകമാകുന്ന MDM എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നമായിരുന്നു. മനസ്സിലാക്കണം സഹോദരങ്ങൾ, എവിടെയാണ് നമ്മുടെ തലമുറ എത്തിപ്പോയത്? എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക്? ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിലും ഈ സമുദായത്തിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? നമ്മളിതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കളിച്ചും രസിച്ചും നമ്മുടെ
നമ്മുടെ ഒരു കൂട്ടാനുണ്ട് സാനും മതി എന്നും പറഞ്ഞ് നമ്മളിത് നിസ്സാരമാക്കി പോവാൻ. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പഠിക്കണം. നമ്മൾ സാലിഹാവുക, മക്കള് സാലിഹാവുക, ഭാര്യ സാലിഹത്താവുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അത് തന്നെ വേണം, ചെറിയ കാര്യമല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്തത്, മുൻഗാമികൾ ദുആ ചെയ്ത് പഠിപ്പിച്ചത്. അവസാന സമയം വരെയും എന്നെ സാലിഹാക്കിത്ത അല്ലാഹ് എന്ന് ദുആ ചെയ്ത് നിലകൊണ്ടു മുൻഗാമികൾ. നമ്മൾ എവിടെയാണ് സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ കിട്ടുന്ന നേട്ടം വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്സാലിഹീൻ വഹുവ യതവല്ല സ്സാലിഹീൻ. ഈ ദുനിയാവിൽ സുഹൃതമനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സാലിഹീങ്ങളായ സജ്ജനങ്ങളുണ്ടോ, അവരുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഹുവ യതവല്ല സ്സാലിഹീൻ, അള്ളാഹു ഏറ്റെടുക്കും അവന്റെ എല്ലാ കാര്യവും. ഒരു പേടിയും പേടിക്കണ്ട, നീ ഒരു പേടിയും പേടിക്കണ്ട. നീ സാലിഹായ മനുഷ്യനാണോ, അള്ളാഹു നിന്റെ സർവ്വ കാര്യങ്ങളും ഏറ്റെടുക്കും. നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനതകൾ, കഷ്ടയാതനകൾ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ളതാകുന്ന ചടുല പിണക്കങ്ങൾ എല്ലാം പടച്ചറപ്പ് തീർക്കും. എന്ത് വേണം? നീ എന്ത് വേണം? സാലിഹായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ ബാങ്ക് വിളിക്കുമ്പോ കൃത്യമായി പള്ളിയിൽ പോകണം, നിന്റെ ആൺമക്കനെയും വിളിച്ചുകൊണ്ട്. ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കണം, നിന്റെ പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട്, മകളെയും വിളിച്ചിട്ട് നിസ്കരിക്കാൻ തയ്യാറാവണം. കാര്യം ബന്ധിക്കരുത്. ദീനിയായ കാര്യങ്ങൾ വട്ടെ മഗ്‌രിബിന് തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് ദിക്ർ ചൊല്ലണം. മക്കളെ സാലിഹാകണ്ടേ? ഇന്നത്തെ തലമുറയിൽ അതുണ്ടോ? മഗ്‌രിബിന് തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് എത്ര വീടുകളിലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് ദിക്ർ ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് യാസീൻ ഉള്ളത് മഗ്‌രിബിന് ശേഷം? എത്ര വീടുകളിലാണ് സൂറത്തുൽ വാഖിയ ഉള്ളത്? എത്ര വീടുകളിലാണ് സൂറത്തുൽ മുൽക്ക് ഉള്ളത്? നമ്മുടെ വീടുകളിലൊന്നും ഇതൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ വരണം എപ്പോ? വാപ്പ മരിക്കണം എന്നാ അന്നത്തെ ദിവസം ഓതും. ആരോതും? നീയല്ല, വല്ലവരും ഓതും. നീ എപ്പോഴും എവിടെയാണ്? അടുക്കളയിൽ പോയിരുന്നിട്ട് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ ഓതുന്ന കൗമിന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീ എപ്പോഴും വാപ്പാക്കൊരു യാസീൻ പോലും ഓതിയിട്ടില്ല. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഖേദകരമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്, ആ ദുആ പോലും നീ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീ എപ്പോഴും സെൽഫി എടുത്തിട്ട് നിലകൊള്ളുകയാണ് ഖബർസ്ഥാനിൽ. പാണക്കാട് സയ്യിദന്മാരും സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടുണ്ട് എന്ന് ലോകം മുഴുവനും ഗരിമ കാണിക്കാൻ സോഷ്യൽ മീഡിയ ഓണാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ ജനമധ്യത്തിൽ നീ പ്രഹസനമായി നിലകൊള്ളുകയാണ്. സ്വന്തം വാപ്പ മരിച്ചിവിടെ കിടക്കുന്നു. ഈ മകന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ വാപ്പ ദാഹിക്കുന്നു, ഉമ്മ ദാഹിക്കുന്നു, മകൻ ദുആ കൊടുക്കുന്നില്ല. മകൻ ഇതാ വരുവാണ്, കറയും കളിക്കുക, ഒരു ജമ്പലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്താ? ഞാനിത് കാര്യമായിട്ട് പറയാണ്, ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3 നടത്തുന്നു, 7 നടത്തുന്നു, 40 നടത്തുന്നു, ഒക്കെ അസിലുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. പക്ഷെ ഈ നടത്തുന്ന പരിപാടികൾ നടത്തുമ്പോ ഓതുന്ന മക്കൾ ഓതലുണ്ടോ? ഓതലില്ല. നമ്മളെവിടെ? നമ്മൾ ജീരണി എടുക്കാൻ പോയിരിക്കുക, അലുവ അരിഞ്ഞോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അലുവ കൊടുക്കണം, അവിടെ പോയിരിക്കുക. അവസാനമായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ളൊരു യാസീൻ ഉണ്ടായിരുന്നു, ഹയവാൻ അതിനില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? ഇത് ഖലഖുസ്സമാവാതി, ഫുഡ് കഴിക്കാൻ അതിന് കറക്റ്റായിട്ട് അവല് വെക്കത്ത് ഉസ്താന്മാരുടെ ഇടയിലോട്ട് കയറിയിരുന്നു. ഇച്ചിരി ഇട തരണേ, അതിന് ഫ്രണ്ട് സഫ്. ഓതാൻ ഒറ്റ ഒരുത്തനില്ല. അങ്ങനെയാണോ വേണ്ടത്? നമ്മളല്ലേ അവിടെ മുൻപന്തിയിൽ വേണ്ടത്. അവിടെ ഇരുന്നത് ഓതണ്ടേ, വൃത്തിയായിട്ട് ദുആ ചെയ്യണ്ടേ? നമ്മൾ കണ്ണീരൊലിപ്പിച്ച് ദുആ രക്കുന്നത് പോലെ ആകുമോ മറ്റുള്ളവരെ കണ്ണീരൊലിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ മക്കൾ എവിടെ സാലിഹാകുന്നു? വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? എടക്കര മുസ്ലിം ജമാഅത്തിലും പരിസര മഹല്ലുകളിലുമൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് എത്ര മക്കൾ ചെയ്യുന്നുണ്ട്? പെരുന്നാളിന്റെ അന്നൊന്ന് പോയി. ചിലർക്ക് പെരുന്നാളിലെന്ന് പോയിട്ട് ഖബർ അറിയാൻ മേല, കറങ്ങുക. കാരണം എന്താ? ആകെ പെരുന്നാളിലെന്നാ പോയേക്കുന്നത്. കഴിഞ്ഞ പെരുന്നാളിലെന്ന് പോയത് എവിടെയാ ഖബറെന്ന് അറിയാൻ മേല, കിടന്ന് കപ്പുക. പിന്നെ ഏതോ ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരനെത്തി പോകുന്നു. അതാണ് അവസ്ഥ. ചിലരുടെ അവസ്ഥ അങ്ങനെ. പാപ്പാടെ ഉമ്മയുടെ ഖബറ് കറക്റ്റ് തഅയീൻ ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ തലമുറയ്ക്ക്? സ്ഥിരമായി സിയാറത്ത് ചെയ്താല് അതൊരിക്കലും മാഞ്ഞു പോകില്ലല്ലോ.
ആ കല്ല് നമ്മൾ തന്നെയാണെങ്കിലും കറക്റ്റ് ചെയ്ത് വെക്കും, കൊല്ലത്തിൽ കറക്റ്റ് ചെയ്ത് വെക്കും, സ്ഥിരമായി സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ അല്ല എവിടാന്നറിയാൻ മേല, പള്ളിക്കാട്ടിൽ എവിടെ, ആ ഭാഗത്ത് എവിടെയാണ്, ഈ ഭാഗത്താട്ടെ, ഈ ഭാഗത്ത്. അപ്പൊ വേറൊരുത്തം പറയാം അല്ലല്ല, അനിയൻ പറയും ഇപ്പുറത്ത് ഈ ഭാഗത്താണ്, ഇവിടെ തന്നെയാണ്, എന്നാ പിന്നെ ഇവിടെ ഒന്നായിട്ട് നിന്നേക്കാം. സ്വന്തം വാപ്പയാണ്, സ്വന്തം ഉമ്മാണ് കബറിൽ കിടക്കുന്നത്. നമുക്ക് ഏതാ കബർന്ന് പോലും അറിയാൻ പറ്റില്ല, കറക്റ്റ് ഒരു സലാം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എവിടത്തെ അല്ല, മക്കയിൽ അടക്കിയിരിക്കുന്നതല്ല, സ്വന്തം ജമാഅത്തിൽ അടക്കിയിരിക്കുന്ന ഖബർസ്ഥാന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചാൽ അവന് ഗുണവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആൺമക്കളോടായി പറയുന്നത്. പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സുന്നത്തില്ല. അവർക്ക് സുന്നത്തുള്ള ഏതാണ് ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മഹാന്മാരുടെ ഖബർ സിയാറത്താണ്. നമ്മുടെ സാധാരണ പള്ളികളിലുള്ള ഖബർസ്ഥാനിൽ ആർക്ക് സുന്നത്തില്ല, സ്ത്രീകൾക്കില്ല. അത് വീട്ടിൽ നിറക്കിയാൽ പിന്നെ കഴിഞ്ഞു, അവർക്ക് പിന്നെ കഴിഞ്ഞു. ഖബറിന്റെ അടുത്തോട്ട് പിന്നെ ഇല്ല, സുന്നത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ചിലർ അങ്ങനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അത് ഇസ്ലാമികമല്ല. ഷാഫി മദ്ഹബ് തന്നെയാണ് ഈ പറയുന്നത്, പ്രബലമായ അഭിപ്രായം തന്നെയാണ് ഈ പറയുന്നത്. സാധാരണക്കാരുടെ വാപ്പ ഉമ്മ സഹോദരങ്ങളൊക്കെ മരിച്ചാൽ അവരുടെ ഖബർ സിയാറത്ത് ആർക്ക് സുന്നത്തില്ല, സ്ത്രീകൾക്കില്ല. അതേസമയത്ത് ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട രീതിക്ക് ഔറത്ത് മറച്ച് വൃത്തിയായി പോയി ചെയ്താൽ ഗുണം കിട്ടും, ഇല്ലെങ്കിൽ തലക്കടിയും കിട്ടും. അല്ലാഹു ആക്കട്ടെ. ഔറത്തെല്ലാം തുറന്നിട്ടുകൊണ്ട് പോയി തുണിയും മാറ്റി വെച്ചിട്ട് റാഹത്തായിട്ട് ഔലിയായ എന്ന് പറഞ്ഞ കൂടി വന്നാല് ഹലാസ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ ഗുണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നലെ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മസാറിലായിരുന്നു വിനീതന് വാങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഉറൂസ് നടക്കാൻ അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 10,000-കണക്കിന് ആളുകളാണ് അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി സഹോദരിമാര് സഹോദരങ്ങളടക്കം വരുന്നത്. 10,000-കണക്കിന് ആളുകൾ. അവർക്ക് പ്രത്യേകമായ മറയും സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേക മറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറയും സൗകര്യങ്ങളും വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവർ സ്വന്തമായി ഔറത്ത് പരിപൂർണമായി നല്ല രീതിയിൽ മറച്ചിട്ടുമാണ് സിയാറത്ത് ചെയ്യുന്നതിൽ അതിന് പുണ്യം തന്നെയാണ്, വലിയ പുണ്യം തന്നെയാണ്. സൗകര്യപ്പെട്ടാൽ നമ്മൾ അങ്ങനെ പോകണം, സിയാറത്ത് ചെയ്യണം. വലിയ കൂടിക്കലർ, അന്യരാകുന്ന പുരുഷന്മാരുമായി കൂടിക്കലറില്ലാതെ പോയി കാര്യങ്ങൾ നടത്തുക, അത് ഇസ്ലാമികപരമാണ്. സാധാരണക്കാരുടെ ഖബർ സിയാറത്താണ് ഞാൻ ഈ പറഞ്ഞത്. സ്ത്രീകൾക്ക് എന്തില്ല, സുന്നത്തില്ല. അത് പഠിച്ചു വെക്കണം. ചില ഖബർസ്ഥാനിലൊക്കെ അങ്ങനെ ചില സഹോദരിമാരെ പലയിടങ്ങളിലും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായാലും ശ്രദ്ധിക്കണം, നമ്മൾ പുരുഷന്മാരെന്ത് ചെയ്യണം, മകനെയും വിളിച്ചോണ്ട് പോകണം. ഡാവാ നമുക്ക് പോയിട്ട് വെള്ളിയാഴ്ചയെങ്കിലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്താല് കുത്തിബ ബറ, നിന്നെ ഗുണവാന്മാരുടെ കൂട്ടത്തിലേക്ക് രേഖപ്പെടുത്തും. അവർക്ക് ഗുണം ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പാപ്പായും ഉമ്മയും പണ്ട് ചവിട്ടിയിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്, ഇടിവെച്ചിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്, ചെയ്യും. അതിനേക്കാൾ കൂടുതൽ വാക്കുകളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അവരുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാനുള്ള ഒരു അവസരം നിനക്ക് കൈമുതലായിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് നീ. പിന്നെങ്ങനെ നീ രക്ഷപ്പെടും? നമുക്ക് നമ്മുടെ വാപ്പാടെ ഖബർ നമുക്ക് പരിചയമില്ല, പിന്നെ എങ്ങനെ മക്കൾ പരിചയപ്പെടും? അതുകൊണ്ട് നമ്മുടെ തലമുറകളെ പരിചയപ്പെടുത്ത്, സാലിഹായ ജീവിതം നയിക്കണേ. അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. സാലിഹായ കിട്ടുന്ന നേട്ടമെന്താണ്? തീർന്നില്ല, പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സാലിഹായാൽ കിട്ടുന്ന നേട്ടം, മരിക്കുന്ന സമയമാകുമ്പോ സാലിഹായ മനുഷ്യനാണോ അവന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരുകയാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ അവന്റെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. എടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി നിലകൊള്ളുന്ന സമയമാണ്. നിസ്കാരം നിലനിർത്തിയിരുന്ന മനുഷ്യനാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയിരുന്ന സഹോദരനാണ്. എടക്കരയിലുള്ള പ്രായം ചെന്ന ഉമ്മയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച ഉമ്മയാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയ ഉമ്മയാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയ ഉമ്മയാണ്. മരിക്കുന്ന സമയമാകുമ്പോ സുബ്ഹാനല്ലാഹ് അവരുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ആ മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഉഖ്റുജി ഉഖ്റുജി, നീ പുറപ്പെടണേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തി അടഞ്ഞതാകുന്ന ആത്മാവേ, നീ റാഹത്തായ നിലയിൽ പുറത്തേക്ക് വരണേ. ഉഖ്റുജി ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗളബാൻ,
പടച്ചറപ്പിന്റെ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നിന്റെ ആത്മാവിനെ നീ പുറത്തേക്ക് ഇതാ കൊണ്ടുവരുകയാണ്. ആത്മാവിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോടൊപ്പം കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ കാലിലൂടെ അവന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ അതാ പുറത്തേക്ക് എടുക്കുകയാണ്. അല്പാൽപമായി ഊരി എടുക്കുകയാണ്. അവന്റെ തലവരെ ഊരുന്ന സന്ദർഭത്തിൽ വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ബിറൗഹിൻ വറയ്ഹാൻ വറബ്ബിൻ ഗൈറ ഗളബാൻ. പടച്ചറബ് നിന്നോടൊരു കോപമില്ല, അള്ളാഹുവിന് നിന്നോടൊരു ധാർഷ്ട്യമില്ല, പടച്ചറബിന് നിന്നോട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. അള്ളാഹു നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവേ നീ നല്ല സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരുക. ഇത് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്റെ ആത്മാവിനെ കാലിൽ നിന്ന് ഊരി തലയിലേക്ക് ഊരിയെടുക്കുന്ന സമയം അത്രയും ആത്മാവിനെ ശരീരത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ശരീരത്തിനെ ബാക്കിയാക്കി ഈ ശരീരത്തിൽ നിന്ന് 4-ാം മാസത്തിലേക്ക് ശരീരത്തിലേക്ക് ഊതപ്പെട്ടതാകുന്ന റൂഹിനെ അതിനെ പരിപൂർണമായി ഊരിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമാണ്. ആ സമയത്ത് പറയുകയാണ്, ആത്മാവേ നീ കടന്നു വരിക, ശരീരമേ നീ ഇവിടെ ബാക്കിയാവുക. വളരെ സന്തോഷത്തോടുകൂടി പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കൊണ്ട് നീയും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മുത്മഇന്ന തുർജഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ, സ്വാലിഹീങ്ങളാകുന്ന അടിമകളിൽ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാകുന്ന അംബിയാ മുർസലീങ്ങളില്ലേ, സ്വാലിഹീങ്ങളാകുന്ന സച്ചരിതരാകുന്ന അടിമകളാണ്. അവരോടൊപ്പം നീ പ്രവേശിക്കണേ, സ്വർഗത്തിലേക്ക് കടക്കണേ. നിന്റെ സ്ഥാനം മഹനീയമാകുന്ന ഇല്ലിയിലാണ്, ഉന്നതമാകുന്ന സ്ഥാനമാണ്. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സാലിഹീങ്ങളാകുന്ന ഗുണവാന്മാരാകുന്ന ആളുകളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ ഇല്ലീൻ. അവരേക്കിതാ നിന്നെ കൊണ്ടുപോയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കണേ, സ്വാലിഹായ മനുഷ്യനാണോ, ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുള്ളവനാണോ, നോമ്പുകൾ നൂറ്റു വീട്ടിയവനാണോ, സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, ഹജ്ജുകൾ ചെയ്തു വെച്ചവനാണോ, മാതാപിതാക്കൾ അനുസരിച്ച മക്കളാണോ, മക്കൾക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ച മാതാപിതാക്കളാണോ, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിച്ചവരാണോ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിച്ചവരാണോ, സഹോദര സമുദായത്തോട് വരെയുള്ള സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായവരാണോ, ഒരു ഭിന്നിപ്പിന്റെ സ്വരം സമൂഹത്തിൽ കൊടുക്കാതെ ഏകസമക്കളെ പോലെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്നവരാണോ, ഒരുമ്മ പ്രസവിച്ച മക്കളെ പോലെ പരിപൂർണമായി സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ ഊറ്റപ്പെട്ട ജീവിതം നയിച്ചവരാണോ, ഹറാമ് കാണാത്ത കണ്ണാണോ, ഹറാമ് കേൾക്കാത്ത കാതാണോ, ഹറാമായ ഭാഷണത്തിലേക്ക് നാവുകളെ കൊണ്ടുപോകാത്ത സംസാരിക്കാത്ത നാവാണോ, എങ്കിലിതാ കടന്നു വരണേ. പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയും അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇത് സ്വാലിഹായാൽ കിട്ടുന്ന നേട്ടമാണ്. തീർന്നില്ല. മരിച്ചവൻ വീട്ടിൽ നിന്ന് അവനെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് ആ മയ്യത്ത് കട്ടിൽ 4 പേര് പിടിച്ചുകൊണ്ട് മുൻഭാഗത്ത് നിന്ന് 2 പേരും പുറകിൽ നിന്ന് 2 പേരോ അതിൽ കൂടുതലോ ആളുകൾ പിടിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ, ഇദാ മുദിഅത്തിൽ ജനാസതു ഫഹതമലഹ റിജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ, സാലിഹായ മനുഷ്യന്റെ ജനാസയാണോ, സാലിഹായ വ്യക്തിയുടെ ജനാസയാണോ, ദുനിയാവിൽ സുകൃതം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണോ, അവന്റെ ജനാസ വിളിച്ചു പറയുകയാണ്. മയ്യത്ത് കെട്ടിൽ ചുമക്കുന്ന മക്കൾ ഇത് കേൾക്കുന്നില്ല, നാട്ടുകാരിത് അറിയുന്നില്ല. അവരിത് കേട്ടാൽ ബോധരഹിതരായി വീഴുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ വാപ്പയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നിട്ടുണ്ട്.
ഉമ്മയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നവരാണ്. സഹോദരന്റെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ പലരുടെയും ജനാസ നമ്മൾ ചുമന്നിട്ടുണ്ട്. ആ മയ്യത്ത് കെട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാലിഹായ വ്യക്തിയാണ് എങ്കിൽ എന്നെയൊന്ന് വേഗമൊന്ന് കൊണ്ടുപോകണേ ഖദ്ദിമൂനി. കാരണം ഖബറിനകത്ത് തനിക്ക് കിട്ടുന്ന സ്വർഗീയ ആസ്വാദനങ്ങളുടെ പരിമളം അവൻ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കുകയാണ്. ഖബറിൽ നിനക്ക് കിട്ടുന്നതാകുന്ന ആസ്വാദനങ്ങളുടെ തിരമാലകളുടെ ശാദ്വരതീരം ഈ ജനാസയുടെ കട്ടിലിൽ കടന്നുകൊണ്ട് അവൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോകാൻ അവൻ നിർബന്ധിക്കുമത്രേ. എന്നാൽ സാലിഹല്ലാത്ത മോശപ്പെട്ട വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ സിനിമ കണ്ടുകൊണ്ട്, സീരിയല് കണ്ടുകൊണ്ട്, സിനിമ ദർശിച്ചുകൊണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ, ലാപ്ടോപ്പിലൂടെ, ടാബിലൂടെ തന്റെ വാപ്പ ഓൺലൈനായി പഠിക്കാൻ വേണ്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾക്ക് വാങ്ങിച്ചു കൊടുത്ത ലാപ്ടോപ്പിലൂടെ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നതായ പെൺകുടികളെ തന്റെ കാമുകരമായ രഹസ്യമായ ഭാഷണം വാപ്പേറിയാതെ ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പെങ്ങളെ വാപ്പ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൻ പറയുകയാണ്, ഉമ്മ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൾ പറയുകയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട് വാപ്പ, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും വാതിന് വേണ്ടി പോകുമോ അവരെ പോയ സമയം മുതൽ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ പെൺകുടികളെ നാളെ ആഖിറത്തിലേക്ക് എത്തേണ്ടതില്ല. നിന്റെ മരണത്തോടുകൂടി നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. മരിച്ചു കഴിഞ്ഞ് നിന്നെ മയ്യത്ത് കുളിപ്പിച്ച കഫം പുറവഞ്ഞ് അത് മയ്യത്ത് കട്ടിലേക്ക് കടത്തിയിട്ട് വീട്ടുകാർ യാത്രയാക്കി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, അഖ്റൂനി അഖ്റൂനി, എന്നെയൊന്ന് പിന്തിക്കണേ പിന്തിക്കണേ. കാരണം അവനവന് കിട്ടുന്നതാകുന്ന ബുദ്ധിമുട്ടുകളുടേതാകുന്ന പ്രയാസങ്ങളുടെ നൊമ്പരങ്ങളുടെ വ്യതകളുടെ ശ്രുതകളുടെ എല്ലാ വിഷമങ്ങളും അവൻ തിരിച്ചറിയുകയാണ്. നരകത്തിന്റെ തീക്കുണ്ടാരമായി അവന്റെ മയ്യത്ത് കട്ടിൽ മാറിയിരിക്കുന്ന അവസ്ഥ അവൻ തിരിച്ചറിയുകയാണ്. ഖബറിലെത്തിയാൽ ഭീകരമാകുന്ന രംഗങ്ങളാണ്. ഖബറിന് ഞെടുക്കമുണ്ടെന്നറിയാം, ഖബറിൽ ഞെരുക്കമുണ്ടെന്നറിയാം, ഖബറിൽ അദാബുണ്ടെന്നറിയാം, ഖബറിൽ വരുന്ന സർപ്പങ്ങളെ കുറിച്ച് വിവരമുണ്ട്. നിസ്കാരമില്ലാത്തവന് വന്നുകൊണ്ട് വരിയുന്ന സർപ്പത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ ശരീരം മുഴുവൻ മാസകലം പൊതിഞ്ഞിട്ട് തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന രംഗം അവന് ഹദീസുകളിലൂടെ മദ്രസയിൽ പഠിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്ത വിഷമമാണ്. ദുനിയാവിൽ ആലിമീങ്ങളുടെ വാക്ക് കേൾക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്, ദീനിന് വേണ്ടി സഹായം കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ ഹറാമായ തലത്തിലേക്ക് ശരീരങ്ങളെ കൊണ്ടുപോയവനാ. അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിലുണ്ടാകുന്ന വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് വിളിപ്പിക്കുകയാണ്. അവന്റെ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, അഖ്റൂനി, എന്നെയൊന്ന് പിന്തിക്കണേ, എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. പഠിക്കണേ മുസ്ലിമേ, ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടണേ, തൗബ ചെയ്തുകൊണ്ട് മരിക്കണേ. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയവരാണ്, കാത് കൊണ്ടുപോയവരാണ്, കൈകൾ കൊണ്ടുപോയവരാണ്, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നു നീങ്ങിയവരാണ്, ഹറാമായ തലത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചവരാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ. പടച്ച റബ്ബിനോട് സദാ സമയം ദുആ ചെയ്തു കൂടണേ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. നമ്മൾ സദാസമയം റബ്ബിനോട് ഇത് ചോദിച്ചു ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇടങ്ങേറിലും പ്രയാസത്തിലുമായി തീരും. ഉറപ്പാണ്. സാലിഹാവണോ നമ്മൾ സുകൃതം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ചു തരട്ടെ.